അടുത്തുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ പോയി ഇൻലെറ്റ് ഒന്ന് റെഡ്യൂസ് ചെയ്യണം, ടൈമായി. എടുത്ത കേട്ടാ ഗോൾഡിൽ ഇത് ക്രേസി ആയിട്ട് നിൽക്കുന്നു, ക്രേസി. അവിടെ നിന്ന് ഒരു 5 വീണ് കഴിഞ്ഞാൽ പോയി. ഒരു ട്രെയിനും കൂടെ എടുത്താൽ ഇനി എല്ലാം മാർക്ക് ചെയ്ത് വെക്കട്ടെ. ഞാൻ ഇവിടെ നിന്ന് 80% എക്സെറ്റ് ആയിട്ട് ഞാൻ ആലോചിക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നിട്ട് ഒരു 10 എക്സെറ്റ് ആയിട്ട് പിന്നെ ഞാൻ നേരത്തെ ടാർഗറ്റ് വെച്ചില്ല, അവിടെ വലിച്ച് നീട്ടിയല്ല എന്നാണ് ആലോചിക്കുന്നത്. കാരണം ടാർഗറ്റ് അവിടം വരെ പോകണം. നേരത്തെ എൻ്റെ ഇത് വെച്ച് നോക്കിയാൽ ഇത് ചെറുതായിപ്പോയി. ടിപ്പിൻ്റെ സൈസ് ചെറുത്, കാരണം സ്റ്റോപ്പ് ലോസ് ചെറുതല്ലേ വെച്ചാൽ അതിൻ്റെ ആണ് അങ്ങനെ വന്നത്. രണ്ടാമത് എൻട്രി അടിച്ചത് വിസൽ അടിച്ചുകൊണ്ട് അങ്ങനെ ചെയ്താലോ എന്നാണ് ആലോചിക്കുന്നത്. ഞാൻ അവിടെ ഒന്നും കൂടി വീണ്ടും മാർക്ക് ചെയ്ത് വെച്ചിട്ട് അവിടെ നിന്ന് ഒരു 10% എക്സെറ്റ് ആയിട്ട് ബാക്കി ഞാൻ വീണ്ടും മേലോട്ട് നിന്നിട്ട് ഇതിവിടെ നിന്ന് കുറച്ചും കൂടി മേളിൽ കയറിയിട്ട് ഇവിടെ നിന്ന് അങ്ങ് എക്സെറ്റ് ആവണം കേട്ടോ. ലോസും ഇല്ല പ്രോഫിറ്റും ഇല്ലാത്തൊരു രീതി. അതാണ് നല്ലത്. കാരണം ഇനിയിപ്പോൾ ന്യൂസാണ്. ലാസ്റ്റ് ട്രേഡാണ് ഇന്നത്തെ. ഇത് ന്യൂസ് ട്രേഡാണ്. എങ്ങോട്ട് ആദ്യം വീഴും അങ്ങോട്ട് എടുക്കൂല, എങ്ങോട്ട് ആദ്യം വീഴും അങ്ങോട്ട് എടുക്കൂല. ആദ്യത്തെ ഒരു മൂവ്മെൻറ്റ് ക്യാൻഡിൽ എങ്ങനെ നോക്കാം, അതിൻ്റെ ഓപ്പോസിറ്റ് പിയോ വാളിറ്റിലിറ്റി തുടങ്ങി ഇപ്പോഴേ മാർക്കറ്റിൽ അന്ന് കളിക്കുന്നു. എൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ മേളിൽ കയറാനാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ല, എൻ്റെ വ്യൂ ഫുള്ള് മേളിലോട്ടായിരുന്നു. ഇനി ഇവിടെ വന്ന് തിരിച്ച് കയറണം. ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ ലൈൻ. ട്രേഡ് എടുക്കുക, അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മളതിലൊന്നുമില്ലല്ലോ. ഇനി എത്ര നേരം കൂടി ഉണ്ട്? 8 മിനിറ്റും കൂടി എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. നോക്കട്ടെ. അകത്തൊക്കെ പോയെടുപ്പം കേട്ടിട്ടുണ്ട്. പിന്നെ ഇതാണ് എൻ്റെ ഒരു ഇതാണ്. ഇനി ചിലപ്പോൾ താഴെ വന്നുകൊണ്ടിരിക്കണമെങ്കിൽ വീണ്ടും ഞാൻ താത്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ ഞാൻ ഇവിടെ തന്നെ വയ്ക്കും ട്രേഡ്. 30 വിപ്പാണ് ട്രേഡ്. നോക്കിയിട്ട് കാര്യമില്ല. ഓക്കെ എടുത്തിട്ടുണ്ട്, പക്ഷേ നോക്കിയിട്ട് കാര്യമില്ല. കാരണം അത് പിടിച്ചാൽ കിട്ടൂല, ഒരിക്കലും കിട്ടൂല. എനിക്ക് എങ്ങനെ പോയാലും എനിക്ക് ഉറപ്പുണ്ട് എനിക്ക് കിട്ടൂലെന്ന്. കാരണം എഗൻസ്റ്റ് പോയാണ് എടുത്തത്, പക്ഷേ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരെണ്ണം. ട്രേഡ് മൂന്നാമത്തെ ട്രേഡ് ഏകദേശം 70% എക്സിറ്റ് ആയിട്ടുണ്ട്. ഓക്കെയാണ്. ഒന്നും ആയില്ല ഇതുവരെ. എന്തിനായാലും കുഴപ്പമില്ല, ഞാൻ വെച്ചിട്ട് പോവുകയാണ്. 20% തന്നെയല്ല. SL ആണെങ്കിൽ അവിടെ അടിക്കണം, കിട്ടണമെങ്കിൽ കിട്ടട്ടെ. അത് ബേസും കുഴപ്പമില്ല. ഓക്കെയാണ് കേട്ടോ. ട്രേഡ് കംപ്ലീറ്റ്. ലോഞ്ച് ചെയ്തിട്ട് ഇറങ്ങാൻ കേട്ടോ. പിന്നെ ഇന്നത്തെ ട്രേഡ് ന്യൂസ് ട്രേഡ് വേറെ ലെവലായിരുന്നു കേട്ടോ. എങ്ങനെ ആദ്യം പോവും അതിൻ്റെ അഗൻസ്റ്റ്, പക്ഷെ നശിപ്പിച്ച് കളഞ്ഞ കേട്ടോ. അത് റിയലി അത് എങ്ങനെ പോയാലും എടുക്കാൻ പറ്റൂല. അത് ഒരു മിനിറ്റ് കൊണ്ട് എന്തൊക്കെ മൂവ്മെന്റ് അത് കാണിച്ചെന്ന് വെച്ചാൽ എനിക്ക് തന്നെ അറിഞ്ഞൂടാ. ഈ 2 സെക്കൻഡ് കൊണ്ട് മേളിൽ നിന്നാണ് താഴെ എത്തിയത്. നമുക്ക് SL ഒന്നും ഇടാൻ പറ്റില്ല, അക്കൗണ്ടൊക്കെ ബ്ലോ ഔട്ടായിപ്പോയി. എൻട്രി എടുക്കുന്നത് മാത്രം പോലും ഓർമ്മ. ചിലപ്പോൾ എൻട്രിയോ ആവുമെന്ന് തോന്നുന്നു. അതാണ് പറഞ്ഞ ആ ട്രേഡ് എനിക്ക് കിട്ടാൻ ചാൻസ് ഇല്ലായിരുന്നു. അല്ലെങ്കിൽ ഈ ന്യൂസ് ട്രേഡിന് വേണ്ടി സെപ്പറേറ്റ് ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടിട്ട് ന്യൂസ് ട്രേഡിന് മാത്രം അതിലിട്ട് അടിക്കുക. അടുത്ത് പോയി ചെടിക്കൊക്കെ ഒന്നുള്ള ഒഴിക്കുക. ചെടിക്ക് ഫുള്ള് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം തന്നെ ഇത്തിരി ഇരുട്ടി തുടങ്ങി കേട്ടോ. റണ്ണിങ്ങിന് ഇറങ്ങി അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നത്തെ റണ്ണിങ്ങിൽ തിരിച്ചു വരണത് നല്ല ലേറ്റാകുമെന്ന് തോന്നുന്നു. കാരണം ഇത്തിരി ഉള്ളിലോട്ട് കയറി കടയിലൊക്കെ പോകും. അപ്പം ഇങ്ങോട്ടുള്ള റണ്ണിങ് കൂടി അങ്ങോട്ട് തന്നെ റൺ ചെയ്യണം. പിന്നെ 2 കയ്യിൽ സാധനം ഓടാൻ പറ്റില്ല. അതുകൊണ്ട് പാർട്ടി ചെടി ഫുള്ള് വെള്ളം ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. കഴിക്കാൻ ടൈം ആയിട്ടോ. കയറട്ടെ. ഫ്ലോറിനേഷൻ ഓക്കെ കേട്ടോ. കമ്പ്യൂട്ടർ ബേസ് ഓക്കെയാണ്. അടുത്ത അനാലിസിസ് നോക്കണം. ഇവിടുത്തെ കുഴപ്പമില്ല കേട്ടോ. ഇന്നത്തെ മാർക്കറ്റ് നല്ല മൂവ്മെൻറ്റ് അപ്പും ഡൗണും വന്നിട്ടുണ്ട്. ടീ കുടിക്കാൻ പോകണം കേട്ടോ. കേട്ടോ ഇപ്പോൾ ഫുഡും കഴിച്ചിട്ട് നേരെ പോകണം. നല്ല വിശക്കണം. ഇവിടെ പടം വരച്ചിട്ടുണ്ട് കേട്ടോ. നീളം കൂടിപ്പോയി. അതെന്ന് പറഞ്ഞാൽ പമ്പറും ക്ലോറിനേഷനും പോയി ചെക്ക് ചെയ്യണം. കുഴപ്പമില്ല. ക്ലോറിനേഷൻ്റെ കൂടെ കുഴപ്പമില്ല. കമ്പ്യൂട്ടർ ബേസ് കുഴപ്പമില്ല കേട്ടോ. ഞാൻ അടുത്ത അനാലിസും കൂടി നോക്കിയായിരുന്നു. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ചുണ്ടിൻ്റെ അടിയുണ്ടല്ലോ, ഏടാതെ പൊട്ടിയിരിക്കും, ഉയരി പോണ്. ഗൈസ് അനാലിസിസ് നോക്കട്ടെ എന്തരാണ്. റെഡി നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒന്നും അങ്ങോട്ട് റെഡി ആയിട്ടില്ല. യെസ് ജസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
റീടെസ്റ്റിന് വന്നതാ, റീടെസ്റ്റ് ചെയ്തായിരുന്നു അവിടെ. വെയിറ്റിംഗ് സ്റ്റിൽ നോക്കട്ടെ. പിന്നെ അടുത്തുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ട്രേഡ് എടുക്കുക. പിന്നെ കൺട്രോള് നമ്മളതിലല്ല, കുഴപ്പമില്ല, നമ്മൾ നോക്കി വോട്ട് ചെയ്യുക കറക്റ്റായിട്ട്, അത് തന്നെ. പിന്നെ എഡിറ്റിങ്, വേറെ പരിപാടിയൊന്നുമില്ല ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്.